ഗായ്സ്, നമ്മുടെ പാറക്കുട്ടിയുടെ പ്യൂബർട്ടി ഫംഗ്ഷൻ തന്നെ പാറക്കുട്ടി ഇട്ടിരുന്ന ജ്വല്ലറീസ് ഒക്കെ കണ്ടിട്ട് അടിപൊളിയായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കരുതി അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ആദ്യം ഞാൻ റെൻറ്റിന് എടുക്കാനുള്ള പരിപാടിയായിരുന്നേ. അപ്പോൾ ഒരു മാലയ്ക്ക് തന്നെ ഒരു 600 എബോവ് ആണ് റേറ്റ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്ക് 2 മാല വേണമെന്നുണ്ടായിരുന്നു. പിന്നെ കമ്മൽ, വള എല്ലാം കൂടി നോക്കിയപ്പോൾ ബഡ്ജറ്റ് ഞാൻ ഉദ്ദേശിച്ചേക്കാളും കുറച്ചൊന്ന് കൂടി നിന്നേ. അങ്ങനെ ഞാൻ കരുതി വാങ്ങിക്കാൻ വന്നു. ഓൺലൈനിൽ ഞാൻ നന്നായിട്ടൊന്ന് തപ്പിപ്പിടിച്ച് നോക്കിയപ്പോൾ മീഷോയിലാണ് എനിക്ക് റേറ്റ് കുറവായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ എല്ലാം മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ആയി കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് പ്രൊമോഷനായിട്ടൊന്നുമല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ജ്വല്ലറീസിൻ്റെ ലിങ്ക് അല്ല, ഞാൻ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫസ്റ്റ് മാല കാണാവേ. ആദ്യത്തെ നെക്ലേസ് ഇതാണ് ഗൈസ്, നല്ല അടിപൊളി നെക്ലേസ് ആണ്. ഞാൻ മിക്കതും ലക്ഷ്മി രൂപത്തിൽ വരുന്ന ടെമ്പിൾ ടൈപ്പിൽ വരുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാ ഒരു ലക്ഷ്മി പെൻഡൻറ്റോട് കൂടിയിട്ട് റെഡും ഗ്രീൻ സ്റ്റോൺസും വൈറ്റ് പേൾസും ഒക്കെ ഉള്ളൊരു മാലയാണ് വാങ്ങിച്ചത്. ഈ മാലയുടെ കൂടെ ഒരു കമ്മലും കൂടെ ഉണ്ട്, അതും ലക്ഷ്മി രൂപത്തിലുള്ളത് തന്നെയാണ്. പക്ഷെ ഇത് ഇട്ടില്ല കേട്ടോ, കമ്മൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്ത മാലയെന്ന് പറയുന്നത് ദേ ഈ ഒരു പീസാണ് കേട്ടോ. ഇത് കറക്റ്റ് ആൻറ്റിക് പീസ് പോലെ ഉണ്ട്. അതിലും ഒരു ലക്ഷ്മിയുടെ പെൻഡൻറ്റും, പിന്നെ ഇതെല്ലാം ലക്ഷ്മി രൂപങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു കമ്മലുണ്ട്. ഇതാണ് പാറക്കുട്ടി വെയർ ചെയ്തത് കേട്ടോ. ഇത് പാറക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഒരു സിമ്പിൾ വെയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കമ്മലിൻ്റെ കൂടെ ഇടാനായിട്ട് ഇതുപോലൊരു സംഭവം ഇടുമല്ലോ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതിനെ മാട്ടി എന്നൊക്കെ പറയും. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വൈറ്റ് പേൾസും ഗോൾഡൻ കളർ ബോൾസ് പോലെയൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഇട്ടത്. പിന്നെ വന്നത് അരപ്പട്ടയാണ്. അരപ്പട്ട ഞാൻ അതിലും ഇങ്ങനെ ലക്ഷ്മിയുടെ രൂപങ്ങളാണ് ഫുള്ള്. എന്നിട്ട് പേൾസ് ആണ് കേട്ടോ ഹാങ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതാണ് അരപ്പട്ടയായിട്ട് യൂസ് ചെയ്തത്. പിന്നെ വള ഉണ്ടായിരുന്നു കേട്ടോ. വള 2 സെറ്റായിട്ടാണ് വാങ്ങിച്ചത്. വളയിൽ ലക്ഷ്മിയുടെ രൂപമില്ല. ലക്ഷ്മിയുടെ രൂപത്തിലുള്ളത് ഇതിൻ്റെ സെയിം ഉണ്ട്, മീഷോയിലുണ്ട്. പക്ഷെ അത് റേറ്റ് കുറച്ച് കൂടുതലാണ്. ഞാൻ അല്ലാണ്ട് ഇടാം എന്ന് വെച്ചിട്ട് ഇതാണ് വാങ്ങിച്ചത്. ഇതിൽ കണ്ടോ ഇങ്ങനെ മുത്ത് ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. നല്ല അടിപൊളിയിലാണ് കേട്ടോ. ശബ്ദമൊക്കെ കേൾക്കും. അപ്പോൾ ഇതാണ് വള വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഈ ഒരു നെറ്റിച്ചുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ജ്വല്ലറിയിൽ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതല്ല, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ മോതിരം ഉണ്ട്. ഓ സോറി, ഞാൻ വിട്ടുപോയി. മോതിരം ഉണ്ടായിരുന്നു കേട്ടോ. അതേ ഇങ്ങനെ ഒരു മോതിരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ടേക്കുന്ന ഈ മോതിരം അതും കൂടി ഒരു സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അന്ന് ഇട്ടിരുന്ന ജ്വല്ലറീസ്. ഇതിൽ ഏത് ജ്വല്ലറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ. ബൈ.